നമുക്കിന്ന് നല്ല രുചിയുള്ള ഒരു ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഇത്രയും കൊഞ്ച്, ഉണക്കക്കൊഞ്ച് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മുളക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം. മുളക് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. ഇതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഇതിപ്പം ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുക. അതേ ചട്ടിയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഒരുപാടങ്ങ് മൂപ്പിയൊന്നും വേണ്ട, ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയുടെ ആ പച്ചയൊക്കെ ഒന്ന് മാറി, നിറമൊന്ന് മാറി വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്രയും മതി നമുക്ക് ചമ്മന്തിക്ക്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് മുളക് വറുത്ത് വെച്ചിട്ടുണ്ട്, കൊഞ്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ചമ്മന്തിക്ക് ഇത്രയും തേങ്ങ, കുറച്ച് പുളി, കുറച്ച് ചുമന്നുള്ളി, ഇത്രയുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക എന്നുള്ളത്, ആവശ്യത്തിന് മാത്രം എരിവ് എത്ര ആവശ്യമുണ്ടോ അത്രയും മാത്രമുള്ള മുളക് എടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ പൊടിക്കാനായിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ മുളക് പൊടിച്ചാൽ മതി, അരയ്ക്കണ്ട. ഒന്ന് മിക്സിയിലിട്ട് കറക്കി തരിതരിപ്പായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാം ഒരുപാട് അരയ്ക്കണ്ട, ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുളക് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ആദ്യം ഞാൻ പുളിയും ഉപ്പും കൂടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയാണ് വറുക്കുന്നത്. ഞാൻ ചെറിയ ജാറായതുകൊണ്ട് ഒന്നൊന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിക്കുന്നത്. അപ്പം ഞാനിത് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. തേങ്ങയും ചുവന്നുള്ളിയും കൂടെ പൊടിച്ചത്, മുളക് മാത്രം പൊടിച്ചത്, ഉപ്പ്, പുളിയും കൊഞ്ചും കൂടെ പൊടിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓരോന്നിനും വ്യത്യസ്തമായ പൊടിക്കാൻ പ്രത്യേക സെപ്പറേറ്റ് സമയം വേണമല്ലോ. ഇത് ഇച്ചിരി വറുത്തതായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് പൊടിച്ചെടുത്തു. പിന്നെ പുളി പൊടിക്കാൻ ഇച്ചിരി താമസമുണ്ട്, അതുകൊണ്ട് ആദ്യമേ പൊടിച്ചെടുത്തു. ഇനി നമുക്കിത് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ കൊഞ്ച് വറക്കാൻ എടുക്കുമ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ നല്ലപോലെ പേപ്പറിലോ വെച്ച് ഉണക്കുമോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടോ വറക്കണം. അല്ലെങ്കിൽ അതൊരു മാതിരി കുതിർന്നിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പുളി, എരിവ്, ഉപ്പ് ഇതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കാം. നല്ലൊരു ചമ്മന്തിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.